നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്നിലേക്ക് വാർത്ത എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഒരു മാസം എത്ര രൂപയാണ് ശമ്പളമായി കിട്ടുക എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വാതോരാതെ വാർത്തകൾ പറയുന്നതിന് ഇവർക്കൊക്കെ എന്ത് കിട്ടുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നവർക്ക് അറിയാമോ ഇവർക്ക് എത്ര തുകയാണ് ശമ്പളമായി കിട്ടുന്നത് എന്ന്? നമുക്ക് അതിൻ്റെ ഒരു അവലോകനം നടത്താം. ഇന്ത്യയിൽ തന്നെ വാർത്തകൾ ഏറ്റവും കൂടുതൽ കാണുകയും അത് ആസ്വദിക്കുകയും അതിന് കൃത്യമായി തന്നെ നിരൂപണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് കേരളം. വാർത്തകളോട് അത്രയും വേഗത്തിൽ പ്രതികരിക്കുന്നവരാണ് മലയാളികൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെ ഈ വാർത്താ ലോകത്ത് നിന്നും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. സമീപകാലത്തായി അതിവേഗം മലയാളികൾക്കിടയിൽ വളർന്ന സെലിബ്രിറ്റി മാധ്യമ പ്രവർത്തകരുമുണ്ട്. ഇവരുടെ കൂടുവിട്ടുള്ള കൂടുമാറ്റം വലിയ വാർത്താ പ്രാധാന്യം നൽകുന്നതുമാണ്. ഈ കൂടുമാറ്റങ്ങൾക്കൊപ്പം കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ശമ്പളപ്പോര് മുറുകുകയുമാണ്. പ്രമുഖ ചാനൽ അവതാരകരെ വൻതുക വാഗ്ദാനം ചെയ്ത് പുതിയ ചാനലുകൾ റാഞ്ചുന്നതോടുകൂടി മാധ്യമ പ്രവർത്തകരുടെ വിപണി മൂല്യം കുതിച്ചുയരുകയാണ്. പുതുതായി സംരക്ഷണം ആരംഭിക്കാനിരിക്കുന്ന ബിഗ് ടിവി ഉയർത്തുന്ന വെല്ലുവിളിയാണ് നിലവിലെ ചാനൽ മാനേജ്മെന്റുകളെ പ്രതിരോധത്തിലാക്കുന്നത്. റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് രാജിവെച്ച സുജയ പാർവതിക്ക് 10 ലക്ഷം രൂപയാണ് മാസ ശമ്പളമായി ബിഗ് ടിവി ചീഫ് എഡിറ്ററായി ചുമതലയേൽക്കുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഇതോടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന വനിതാ മാധ്യമ പ്രവർത്തകയായി സുജയ മാറും. റിപ്പോർട്ടർ ടിവിയിൽ തിളങ്ങി നിന്ന മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നിന്നുമാണ് സുജയ പടിയിറങ്ങിയത്. അനിൽ അയിരൂർ നേതൃത്വം നൽകുന്ന ചാനൽ മറ്റ് ചാനലുകളിലെ വമ്പന്മാരെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയുമാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആരെല്ലാം ആ വമ്പൻ പട്ടികയിൽ വരുമെന്ന് കാത്തിരുന്ന് കാണാം. ഏതായാലും മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ മുഖമായ അവതാരക മാധു 24 ന്യൂസിലെ ഹാഷ്മി താജുദ്ദീൻ ചാനൽ മാറ്റത്തിന്റെ പാതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ ലഭിക്കുന്ന ശമ്പളത്തിന്റെ പല മടങ്ങ് വർധനവാണ് ഇവർക്ക് മുന്നിലുള്ള വാഗ്ദാനം. മാധുവിനെ സ്വന്തമാക്കാൻ റിപ്പോർട്ടർ ടിവിയും ബിഗ് ടിവിയും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. വൻ ഓഫറുകൾക്ക് മുന്നിൽ മാധു നിലവിൽ കടുത്ത ആശയക്കുഴപ്പത്തിലാണെന്നും സൂചനകളുണ്ട്. ഹാഷ്മിക്ക് മുന്നിലും വലിയ ഓഫറുകളുണ്ട്. നിലവിൽ ചാനൽ ഉടമ കൂടിയായ 24 ന്യൂസ് MD ശ്രീകണ്ഠൻ നായർക്ക് പിന്നാലെ ശമ്പള കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് ഹാഷ്മിയാണ്. പിന്നാലെ ഉണ്ടായിരുന്നത് ഡോക്ടർ അരുൺകുമാർ ആണ്. 10 ലക്ഷം രൂപയാണ് അരുൺകുമാറിന്റെ മാസ ശമ്പളമെന്നാണ് പുറത്തുവരുന്ന വിവരം. IT മേഖലയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നതിന് സമാനമായ വേതന പാക്കേജുകളാണ് ഇപ്പോൾ മലയാള ദൃശ്യമാധ്യമ രംഗത്തും നടപ്പിലാകുന്നത്. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ എത്തുന്ന ബിഗ് ടിവി ഇതിനോടകം തന്നെ 80-ലധികം മാധ്യമ പ്രവർത്തകരെ വിവിധ ചാനലുകളിൽ നിന്നായി റിക്രൂട്ട് ചെയ്തു കഴിഞ്ഞു. വേണു ബാലകൃഷ്ണൻ, ലക്ഷ്മി പത്മ, അപർണ കുറുപ്പ് തുടങ്ങിയ പ്രമുഖരടങ്ങുന്ന വൻ നിരയാണ് പുതിയ ചാനലിനായി അണിനിരക്കുന്നത്. റിപ്പോർട്ടർ ടിവി വിപണിയിലേക്ക് എത്തിയതോടുകൂടിയാണ് ചാനൽ രംഗത്ത് വലിയ ശമ്പളം നൽകി ആളെ പിടിക്കുന്ന രീതി ആരംഭിച്ചത്. ഇത് മറ്റ് ചാനലുകളിലും ശമ്പള വർധനവിന് കാരണമായി. അനിൽ അയിരൂരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബിഗ് ടിവി എന്ന പുതിയ ചാനൽ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരെ വലിയ ശമ്പളം വാഗ്ദാനം ചെയ്ത് റിക്രൂട്ട് ചെയ്യുകയാണ്. ഒരു ചാനൽ പ്രവർത്തിപ്പിക്കാൻ മാസം 2.5 മുതൽ 3.5 കോടി രൂപ വരെ ചിലവുണ്ട് എന്നാണ് വ്യക്തം. ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം ലാഭത്തിൽ പ്രവർത്തിക്കുമ്പോൾ പല പ്രമുഖ ചാനലുകളും ഇപ്പോഴും സാമ്പത്തിക നഷ്ടത്തിലാണ്. ചാനൽ പ്രവർത്തകർക്ക് സുവർണകാലമാണെങ്കിലും പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ കടുത്ത തൊഴിൽ പ്രതിസന്ധിയും ശമ്പളക്കുറവും നേരിടുന്നുണ്ട്. മാധ്യമം ദിനപത്രത്തിന്റെ കൊച്ചി യൂണിറ്റ് പൂർണ്ണമായി അടയ്ക്കുന്ന അവസ്ഥയുണ്ട്. മലയാളം അച്ചടി മാധ്യമ രംഗം കടുത്ത പ്രതിസന്ധിയിൽ ഉയരുമ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് കഴിവ് തെളിയിച്ചവർക്ക് സുവർണകാലം തന്നെയാണെന്ന് പറയാം.